KMIC, 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 KMIC News, 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 KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. SYS ദാറുൽ ഖൈർ ഭവന പദ്ധതി ഉദ്ഘാടനം ഈ മാസം 17-ന് കണ്ണൂർ ജില്ലയിൽ. പരിശുദ്ധ ഖുർആൻ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് മാർഗദർശനം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ആശിഖുർ റസൂൽ ഷേഖുന കുണ്ടൂർ ഉസ്താദിന്റെ 10ാമത് ഉറൂസ് മുബാറക്കിനുള്ള സ്വാഗത സംഘ കൺവെൻഷൻ നാളെ. ചുവരെഴുത്തുകൾ ബാക്കിയാക്കി ഐക്കരപ്പടിയിലെ നാസിം അഹമ്മദ് യാത്രയായി. മഅദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരിയുടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഓസ്ട്രേലിയൻ പര്യടനം ആരംഭിച്ചു. ഇന്ത്യ ഇസ്രായേൽ സൗഹൃദത്തിനെതിരെ വിദ്യാർത്ഥി പ്രതിഷേധം. ഫലസ്തീനിൽ പ്രണബ് മുഖർജി പങ്കെടുത്ത ചടങ്ങ് നിർത്തിവച്ചു. മക്കൾ അവഗണിച്ചു. ചൈനക്കാരനെ ജീവിത സമ്പാദ്യമായ $33,000 സംസ്കരിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മതസംഘർഷമുണ്ടാക്കിയാൽ 3 വർഷം തടവും പിഴയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. BJP ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വാർത്തകൾ വിശദമായി. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തോടനുബന്ധിച്ച് ജാതികളും സമുദായങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് കാരണമാകുന്ന സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ കക്ഷി പ്രവർത്തകർക്കും 3 വർഷം വരെ തടവോ 10,000 രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ ഉള്ള ശിക്ഷ ലഭിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. കേരള പഞ്ചായത്ത് രാജ് ആക്ട് 121 വകുപ്പും കേരള മുനിസിപ്പാലിറ്റി ആക്ട് 145 വകുപ്പും പ്രകാരമാണിത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കുമ്പോൾ അവരുടെ നയങ്ങളിലും പരിപാടികളിലും പൂർവ്വകാല ചരിത്രത്തിലും മാത്രമായി വിമർശനം ഒതുക്കണം. നേതാക്കളുടെയും പ്രവർത്തകരുടെയും സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് പരാമർശിക്കാൻ പാടില്ല. യാതൊരു കാരണവശാലും ജാതിയുടെയോ സമുദായത്തിന്റെയോ പേരിൽ വോട്ട് ചോദിക്കരുത്. ആരാധനാ സ്ഥലങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള വേദിയാക്കരുത്. സ്ഥാനാർത്ഥികളോ സമ്മതിദായകനോ മറ്റു വ്യക്തികൾക്കെതിരെ സാമൂഹിക ബഹിഷ്കരണമോ ജാതിഭ്രഷ്ടോ കൽപ്പിക്കാൻ പാടില്ല. സമാധാനപരമായും സ്വസ്ഥമായും സ്വകാര്യ ജീവിതം നയിക്കാനുള്ള അവകാശം മാനിക്കണം. വ്യക്തികളുടെ നിലപാടിലും പ്രവർത്തനങ്ങളിലും പ്രതിഷേധം അറിയിക്കാനായി അവരുടെ വീടുകൾക്ക് മുമ്പിൽ പ്രകടനം നടത്തുകയോ പിക്കറ്റ് ചെയ്യുകയോ അരുത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും നടത്തുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ നിയമപരമാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നതിന് തഹസിൽദാറുടെ നേതൃത്വത്തിൽ താലൂക്ക് തല ആന്റി ഡിഫേഴ്സ്മെന്റ് സ്ക്വാഡ് രൂപീകരിച്ചതായി പാലക്കാട് ജില്ലാ കലക്ടർ അറിയിച്ചു. നോട്ടീസുകൾ, ബാനറുകൾ, ബോർഡുകൾ, പോസ്റ്ററുകൾ, ചുവരെഴുത്തുകൾ, മൈക്ക് അനൗൺസ്മെന്റ്, മീറ്റിംഗുകൾ, മറ്റ് പ്രചാരണ പരിപാടികൾ എന്നിവയുടെ നിയമസാധുത സ്ക്വാഡ് പരിശോധിക്കും. നിയമപരമല്ലാത്ത പ്രചാരണ പരിപാടികൾ നിർത്തിവെപ്പിക്കുകയും പോസ്റ്ററുകളും ബോർഡുകളും സ്ക്വാഡ് നീക്കം ചെയ്യുകയും ചെയ്യും. നിർദ്ദേശങ്ങൾ പാലിക്കാത്ത പക്ഷം നിയമസാധുതയില്ലാത്ത പ്രചാരണ സാമഗ്രികൾ നീക്കുന്നതിനുള്ള ചിലവുകൾ ബന്ധപ്പെട്ടവരിൽ നിന്ന് ഈടാക്കും. BJPയും സംഘപരിവാറും ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിദ്വേഷ രാഷ്ട്രീയം ഉയർത്തിക്കാട്ടുന്നത് ഭീഷണിയാണ്. RSSും SNDPയും സഖ്യമുണ്ടാക്കുന്നതിൽ തനിക്കും മുഖ്യമന്ത്രിക്കും സുധീരനും ഒരേ നിലപാടാണുള്ളത്. SNDPയുടെ ആവശ്യങ്ങളോട് സർക്കാർ മുഖം തിരിക്കില്ല. BJPയുടെ വളർച്ച എന്തെന്ന് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാമെന്നും ചെന്നിത്തല പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ മുഖ്യശത്രു CPMഉം LDFുമാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഭരണത്തുടർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യ ഇസ്രായേൽ സൗഹൃദത്തിനെതിരെ വിദ്യാർത്ഥി പ്രതിഷേധം ആളിക്കത്തി. ഫലസ്തീനിൽ പ്രണബ് മുഖർജി പങ്കെടുത്ത ചടങ്ങ് നിർത്തിവച്ചു. നെഹ്റുവിന്റെ പേരിലുള്ള സ്കൂൾ ഉദ്ഘാടനവും മാറ്റിവച്ചു. വിശദമായ റിപ്പോർട്ടിലേക്ക്. ഇന്ത്യ ഇസ്രായേൽ സൗഹൃദത്തിനെതിരെ ഫലസ്തീനിൽ രാഷ്ട്രപതി പ്രണബ് മുഖർജി പങ്കെടുത്ത ചടങ്ങിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. കഴിഞ്ഞ ദിവസം അബൂദിസിലുള്ള അൽ ഖുദ്സ് സർവകലാശാലയിൽ ചടങ്ങിനെത്തിയ പ്രണബിന് മുന്നിലാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഇതോടെ ചടങ്ങ് പാതിവഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. തുടർന്ന് അദ്ദേഹം ഇസ്രായേലിലേക്ക് പോയി. ഇസ്രായേലിനെതിരെ പ്രസിഡന്റ് ശബ്ദമുയർത്തുക, അധിനിവേശക്കാരോട് എന്തിനീ സൗഹൃദം തുടങ്ങിയ വാചകങ്ങളടങ്ങിയ പ്ലേകാർഡുമായാണ് സർവകലാശാലയുടെ ഓഡിറ്റോറിയത്തിലേക്ക് നൂറുകണക്കിന്
പ്രതിഷേധക്കാർ ഇരച്ചു കയറിയത്. ചടങ്ങിന്റെ തുടക്കത്തിൽ പ്രസിഡന്റിനെ ആദരിക്കുകയും സമാധാന പോരാളി എന്ന ബഹുമതി നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ പേരിട്ട സീനിയർ ബോയ്സ് സ്കൂൾ ഉദ്ഘാടനം ചെയ്യാനൊരുങ്ങവെയായിരുന്നു പ്രതിഷേധം. ഈ സമയം ഫലസ്തീൻ പ്രധാനമന്ത്രി റാമി ഹംദല്ല ഉൾപ്പെടെയുള്ള പ്രമുഖരും വേദിയിലുണ്ടായിരുന്നു. പ്രതിഷേധം കനത്തതോടെ ചടങ്ങ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയതായി സംഘാടകർ അറിയിക്കുകയായിരുന്നു. ഇത് ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രസിഡന്റ് ഫലസ്തീൻ സന്ദർശിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിലും ജെറൂസലേമിലും ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. അടുത്തിടെ ഇസ്രായേലുമായി ഇന്ത്യ പ്രതിരോധ കരാറിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ഇസ്രായേലും ഫലസ്തീനും തമ്മിൽ രൂക്ഷമായ പോരാട്ടം നടക്കുന്ന വേളയിലാണ് പ്രകടനമെന്നത് ശ്രദ്ധേയമാണ്. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. അന്ത്യാഭിലാഷമനുസരിച്ച് ചൈനക്കാരനെ തന്റെ ജീവിത സമ്പാദ്യമായ 2,10,000 യുവാനുമായി ഏകദേശം $33,052 സംസ്കരിച്ചു. 2 ആൺമക്കളും അവഗണിച്ചതിനെ തുടർന്നാണ് പണം ഇവർക്ക് വേണ്ടി മാറ്റിവെക്കാതെ തന്റെ മൃതദേഹത്തിനൊപ്പം ചിതയിലെരിയിക്കാൻ ഇയാൾ തീരുമാനിച്ചത്. കിഴക്കൻ ചൈനയിലെ ജിയാങ്സു പ്രവിശ്യയിലെ ഡോ എന്ന കുടുംബ പേരുള്ള കർഷകനാണ് തന്റെ മരണശേഷം സമ്പാദ്യം ചിതയിലെരിയിക്കാൻ വിൽപത്രമെഴുതിവെച്ചത്. മക്കൾ തന്നെ പരിചരിക്കാത്തതിലുള്ള അമർഷവും നിരാശയുമാണ് ഇയാളെ ഇതിന് പ്രേരിപ്പിച്ചത്. മാസങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം സെമിത്തേരിയിലെ ഒരു ജീവനക്കാരൻ ഇപ്പോൾ പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. 10 വർഷം മുമ്പ് തന്റെ കൃഷിയിടം 2 മക്കൾക്കായി നൽകി ഗ്രാമം വിട്ടുപോയ ഡോ നഗരത്തിൽ ചെറിയൊരു വീട് വാടകയ്ക്കെടുത്ത് പാഴ്വസ്തുക്കൾ പെറുക്കിവിറ്റ് ജീവിക്കുകയായിരുന്നു. പ്രായമേറിയതോടെ കടുത്ത ജോലികൾ ചെയ്യാനാകാതെ വന്ന ഡോ ശിഷ്ടകാലം മക്കളിലൊരാൾക്കൊപ്പം കഴിയാമെന്ന പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ 2 മക്കളും പിതാവിനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് കൂടെ താമസിപ്പിക്കാൻ കൂട്ടാക്കിയില്ല. ദുഃഖത്തെ പ്രകടിപ്പിക്കുന്ന പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞാണ് അവസാന നാളുകളിൽ കണ്ടിരുന്നതെന്ന് ഇദ്ദേഹത്തിന്റെ അയൽക്കാർ പറഞ്ഞു. മരിച്ച ഡോയുടെ മൃതദേഹം മക്കൾ സെമിത്തേരിയിലെത്തിച്ചു. മക്കൾ പുറത്ത് കാത്തുനിൽക്കവെ അജ്ഞാതനായ ഒരാളെത്തി ഡോയുടെ 2,10,000 യുവാൻ ചിതയിലിട്ട് കത്തിക്കുകയായിരുന്നു. ഗൾഫ് വാർത്തകൾ. ബഹ്റൈൻ മനാമ ICF സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ വ്യാഴാഴ്ചയും നടന്നുവരുന്ന സ്വലാത്ത് മജ്ലിസിന്റെ വാർഷികം നാളെ നടക്കും. രാത്രി 8:30 മനാമ സുന്നി സെന്ററിൽ നടക്കുന്ന പരിപാടി VPK അബൂബക്കർ ഹാജിയുടെ അധ്യക്ഷതയിൽ ICF ഉപാധ്യക്ഷൻ സൈനുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന സ്വലാത്ത് മജ്ലിസിന് SYS എറണാകുളം ജില്ലാ സാരഥി സയ്യിദ് ഹാഷിം തങ്ങൾ എറണാകുളം നേതൃത്വം നൽകും. ഷംസുദ്ദീൻ കാമിൽ സഖാഫി ഇന്ത്യനൂർ സ്വലാത്തിന്റെ മഹത്വം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും. ICF നേതാക്കളായ MC അബ്ദുൽ കരീം, അഷ്റഫ് ഇഞ്ചിക്കൽ, അബ്ദുൽ ഖാദർ മുസ്ലിയാർ, സുലൈമാൻ ഹാജി എന്നിവർ പരിപാടിയിൽ സംബന്ധിക്കും. രാത്രി 7:30 ഫാമിലികൾക്കായി ഹിജ്റയുടെ മഹത്വം എന്ന വിഷയത്തിൽ നടത്തുന്ന പരിപാടിയിൽ നൌഷാദ് സുഹരി പ്രഭാഷണം നടത്തും. പാലക്കാട് സ്വദേശി ഷാനവാസിന്റെ ജനാസ നാളെ ഖബറടക്കും. കുവൈത്തിൽ ജോലി ചെയ്തു വരികയായിരുന്ന ഷാനവാസ് ദിവസങ്ങൾക്ക് മുമ്പാണ് സ്പോൺസറുടെ കൂടെ ഹായിൽ സന്ദർശന വേളയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ടത്. 24 വയസ്സായിരുന്നു. നാളെ അസർ നിസ്കാരാനന്തരം ഹായിൽ ബർസാൻ ലേഡീസ് മാർക്കറ്റ് പള്ളിയിൽ നടക്കുന്ന ജനാസ നിസ്കാരത്തിന് ശേഷം സദിയാനിലെ ഖബർസ്ഥാനിൽ മയ്യിത്ത് മറവ് ചെയ്യും. രേഖകൾ ശരിയാക്കുന്ന നടപടികൾക്ക് ICF ജനറൽ സെക്രട്ടറി ഷൌക്കത്ത് ചെമ്പിലോട്, നസീർ മുക്കം, KMCC നേതാക്കളായ കുഞ്ഞമ്മദ് കോയ, ഫൈസൽ കൊല്ലം തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്. സമരമുഖങ്ങളിൽ നിറവിരി മാറുവിരിച്ചിവർ പാടിപ്പടപ്പാട്ട്. സഹനപദങ്ങളിൽ വിജയധ്വജം മൂവർണ്ണമിലേന്തിത മുന്നോട്ട്. സമരമുഖങ്ങളിൽ നിറവിരി മാറുവിരിച്ചിവർ പാടിപ്പടപ്പാട്ട്. സഹനപദങ്ങളിൽ വിജയധ്വജം മൂവർണ്ണമിലേന്തിത മുന്നോട്ട്. SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്. ധാർമ്മിക വീഥികൾ ആത്മീയ കൈത്തിരിയാലെ പ്രകാശിതമാക്കാം. വിപ്ലവ കാവ്യമുരത്തുമനങ്ങളിൽ ഉന്മത്തൻ പൂവനി തീർക്കാം. ധാർമ്മിക വീഥികൾ ആത്മീയ കൈത്തിരിയാലെ പ്രകാശിതമാക്കാം. വിപ്ലവ കാവ്യമുരത്തുമനങ്ങളിൽ ഉന്മത്തൻ പൂവനി തീർക്കാം. അധർമ്മമിലേറിയ യുവഹൃദയങ്ങളിൽ നന്മ വിളക്കുകൾ തെളിയിക്കാം. അധർമ്മമിലേറിയ
നേടിയ യുവഹൃദയങ്ങളിൽ നന്മ വിളക്കുകൾ തെളിയിക്കാം. വിളിക്കു ദിഗന്ധം മുഴക്കയുറക്കെ ധാർമ്മിക വിപ്ലവം സിന്ദാബാദ്. SSF സിന്ദാബാദ്, SSF സിന്ദാബാദ്, SSF സിന്ദാബാദ്, SSF സിന്ദാബാദ്. സമരമുഖങ്ങളിൽ നിറവിരിമാറു വിരിച്ചിവർ പാടി പടപ്പാട്ട്. സഹന പദങ്ങളിൽ വിജയധ്വജം മൂവർണ്ണമിലേന്തിത മുന്നോട്ട്. SSF വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ജനകീയ പ്രശ്നങ്ങളിൽ വിഭാഗീയത മറന്നും സത്യസന്ധമായും പ്രവർത്തിക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രസ്താവിച്ചു. തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലുള്ള ചേരിതിരിവുകളെ താൽക്കാലികമായി കാണണമെന്നും ജനവിധി പുറത്തുവന്ന ശേഷം കക്ഷി രാഷ്ട്രീയ ചിന്താഗതികൾ മാറ്റിവെച്ച് എല്ലാവരും നന്മക്കായി നിലകൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് വൈകിട്ടോടെ ഓമശ്ശേരി സുനനുൽ ഹുദ സിൽവർ ജൂബിലി പ്രഖ്യാപനവും MKM കോയ മുസ്ലിയാർ TT അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ സ്മാരക സൗധത്തിന് തറക്കല്ലിടൽ കർമ്മവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, VM കോയ മാസ്റ്റർ, അബ്ദുൽ നാസർ അഹ്സനി, സൈനുൽ ആബിദീൻ അഹ്സനി, ജഫർ സഖാഫി തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ സലാം സഖാഫി ഓമശ്ശേരി സ്വാഗതവും പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ആഗതമായിരിക്കെ വിവിധ കക്ഷികളിൽപ്പെട്ട 1 ഡസനോളം സ്ഥാനാർത്ഥികൾ കാന്തപുരം ഉസ്താദിന്റെ ആശീർവാദം വാങ്ങാൻ വേദിയിലെത്തിയത് ശ്രദ്ധേയമായി. SYS നടപ്പാക്കുന്ന സാമൂഹിക ക്ഷേമ സാന്ത്വന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ദാറുൽ ഖൈർ ഭവന പദ്ധതിയുടെ കണ്ണൂർ ജില്ലയിലെ പദ്ധതി നിർവഹണത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഈ മാസം 17-ന് 4 കേന്ദ്രങ്ങളിലായി നടക്കുമെന്ന് SYS ജില്ലാ പ്രസിഡന്റ് N അബ്ദുൽ ലത്തീഫ് സൈദി പഴശ്ശി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 17-ന് രാവിലെ 10 മണിക്ക് തളിപ്പറമ്പ് ടൌൺ സ്ക്വയറിൽ സമസ്ത ട്രഷറർ ചിത്താരി KP ഹംസ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പാലത്തുങ്കര സോണിലെ നൂഞ്ഞേരിയിലും വൈകുന്നേരം 4 മണിക്ക് മട്ടന്നൂരിലും 5 മണിക്ക് തലശ്ശേരിയിലും നടക്കുന്ന സാന്ത്വന സംഗമങ്ങളിൽ കാന്തപുരം ഉസ്താദ് സംബന്ധിക്കും. പട്ടുവം KP അബൂബക്കർ മുസ്ലിയാർ, കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമി, സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, N അബ്ദുൽ ലത്തീഫ് സൈദി വിവിധ കേന്ദ്രങ്ങളിൽ സ്വാന്തന പ്രഭാഷണങ്ങൾ നടത്തും. വാർത്താസമ്മേളനത്തിൽ N അഷ്റഫ് സഖാഫി കടവത്തൂർ, KM അബ്ദുള്ളക്കുട്ടി ബാക്കവി തുടങ്ങിയവർ സംബന്ധിച്ചു. പരിശുദ്ധ ഖുർആൻ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് മാർഗദർശനമായിട്ടാണ് ഇറക്കപ്പെട്ടതെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കിനാലൂർ മർക്കസുൽ ഹിദായ വാദി അൽ ബുർഹാനിൽ നടന്ന ദേശീയതല ഖുർആൻ ഹിഫ്ള് പാരായണ മത്സര വിജയികൾക്ക് അവാർഡ് ദാനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എക്കാലത്തെയും ജനങ്ങൾക്ക് മാർഗദർശിയായ ഖുർആൻ മാറ്റിമറിക്കാൻ സാധ്യമല്ലാത്ത ഒന്നാണ്. ഒരു തരത്തിലുള്ള കൈക്കടത്തലുകളും നടത്താത്ത ലോകത്തിലെ ഏക ഗ്രന്ഥം ഖുർആനാണെന്നും അദ്ദേഹം പറഞ്ഞു. പരിപാടിയിൽ അബ്ദുറഷീദ് സഖാഫി കുറ്റ്യാടി അധ്യക്ഷത വഹിച്ചു. സയ്യിദ് മഷ്ഹൂർ മുല്ലക്കോയത്തങ്ങൾ വാവാട് പ്രാർത്ഥന നടത്തി. അബൂബക്കർ സഖാഫി വണ്ണക്കോട്, നൂറുദ്ദീൻ സഖാഫി സംസാരിച്ചു. മത്സരത്തിൽ കാരന്തൂർ മർക്കസ് ഹിഫ്ലുൽ ഖുർആൻ കോളേജ് വിദ്യാർത്ഥിയും മലപ്പുറം വാവൂർ സ്വദേശിയുമായ ഫദ്ലുള്ളക്കാണ് ഹിഫ്ലിൽ 1ാം സ്ഥാനം ലഭിച്ചത്. മർക്കസിലെ തന്നെ ശരീഅത്ത് കോളേജിലെ ഹാമിദ് മാളിയക്കലിനാണ് ഖിറാഅത്തിൽ 1ാം സ്ഥാനം ലഭിച്ചത്. ഹിഫ്ലിൽ മർക്കസ് ശരീഅത്ത് കോളേജിലെ മുഹമ്മദ് അബൂബക്കർ 2ാം സ്ഥാനവും അനസ് മാലിക് തളങ്കര 3ാം സ്ഥാനവും നേടി. SYS കോഴിക്കോട് ജില്ലാ എക്സിക്യൂട്ടീവ് ഈ മാസം 18-ന് ജില്ലാ ദർവാ സെന്ററിൽ ചേരും. SYS മെമ്പർഷിപ്പ് ക്യാമ്പയിനോടനുബന്ധിച്ചുള്ള തിരഞ്ഞെടുപ്പ് പുനഃസംഘടനാ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുവേണ്ടിയാണ് യോഗം. എല്ലാ അംഗങ്ങളും സംബന്ധിക്കണമെന്ന് ജനറൽ സെക്രട്ടറി CH റഹ്മത്തുള്ള സഖാഫി എളമരം അറിയിച്ചു. ഡിസംബർ 10 മുതൽ 13 വരെ ദിവസങ്ങളിൽ കുണ്ടൂരിൽ നടക്കുന്ന ആശിഖുർ റസൂൽ ഷേഖുന കുണ്ടൂർ ഉസ്താദിന്റെ 10ാമത് ഉറൂസ് മുബാറക്കിനുള്ള സ്വാഗത സംഘം നാളെ നിലവിൽ വരും. നാളെ വൈകിട്ട് 7:30-ന് ഗൌസിയ നഗറിൽ എല്ലാ വ്യാഴാഴ്ചയും നടന്നുവരുന്ന ബുർദ മജ്ലിസിന്റെ മുമ്പായി നടക്കുന്ന സ്വാഗത സംഘ കൺവെൻഷൻ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ മലേഷ്യയുടെ പ്രാർത്ഥനയ്ക്കു ശേഷം സമസ്ത പ്രസിഡന്റ് റയീസുൽ ഉലമ E സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം പാനൽ സയ്യിദ് യൂസുഫുൽ ജിലാനി വൈലത്തൂർ പ്രഖ്യാപിക്കും. 4444 അംഗ കമ്മിറ്റിയാണ് നിലവിൽ വരുന്നത്. കോട്ടൂർ കുഞ്ഞമ്മ മുസ്ലിയാർ, മഞ്ഞപ്പറ്റ ഹംസ മുസ്ലിയാർ, സയ്യിദ് ഷറഫുദ്ദീൻ ജമലുലേലി ചേളാരി, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, ബഷീർ ഫൈസി വണ്ണക്കോട്, പൊന്മള മൊയ്തീൻകുട്ടി ബാക്കവി, അബ്ദുറസാഖ് സഖാഫി, അബ്ദുൽ മജീദ് അരിയല്ലൂർ, സയ്യിദ് സൈനുൽ ആബിദീൻ മൂച്ചിക്കൽ, അലവി സഖാഫി കൊളത്തൂർ, അലി ബാക്കവി ആറ്റുപുറം, PKM സഖാഫി ഇരിങ്ങല്ലൂർ, അബൂബക്കർ മാസ്റ്റർ പടിക്കൽ തുടങ്ങി പ്രാസ്ഥാനിക നേതാക്കളും സയ്യിദന്മാരും പണ്ഡിതന്മാരും സംബന്ധിക്കും.
മഅദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരിയുടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഓസ്ട്രേലിയൻ പര്യടനം ആരംഭിച്ചു. ബ്രിസ്ബൺ, സിഡ്നി, മെൽബൺ എന്നീ നഗരങ്ങളിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ അദ്ദേഹം സംബന്ധിക്കും. ബ്രിസ്ബണിലെ സെന്റ് ഫ്രാൻസിസ് സമൂഹം, ബ്രിസ്ബൺ ഇസ്ലാമിക് കോളേജ്, പദുവ കോളേജ്, മൌണ്ട് അൽവാനിയ കോളേജ് എന്നിവയുമായി സഹകരിച്ച് നടത്തിയ ഇന്റർഫെയ്ത്ത് സംഗമത്തിൽ ഖലീൽ തങ്ങൾ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബഹുമത സമൂഹത്തിൽ ഇസ്ലാമിന്റെ സാഹോദര്യ സന്ദേശം ഏറെ പ്രസക്തമാണെന്നും വിവിധ വിശ്വാസങ്ങളുടെ സൌഹൃദപൂർണമായ പാരമ്പര്യത്തിൽ ഇസ്ലാമിക സമൂഹത്തിന് അനിഷേധ്യ സ്ഥാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സഹജീവികൾക്ക് ശല്യമാകാതെ ജീവിക്കാൻ പഠിക്കുക എന്നത് എല്ലാ മതങ്ങളുടെയും പ്രധാന പാഠങ്ങളിലൊന്നാണ്. അവിവേകികളായ ചിലരുടെ പ്രവർത്തനങ്ങൾ മൂലം സമുദായം മുഴുവനായും തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. തെറ്റിദ്ധാരണകൾ ഇല്ലാതെയാക്കേണ്ട പ്രധാന ഉത്തരവാദിത്തം മുസ്ലിംകൾക്കു തന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പദുവ കോളേജ് റെക്ടർ റോബർട്ട് ഔട്ട്, ആത്മീയ വിദ്യാഭ്യാസ ഡയറക്ടർ റിച്ചർഡ് ബട്ട്ലർ, വൈസ് റെക്ടർ ബെൻ റൌലി, ബ്രിസ്ബൻ കോളേജ് ഇസ്ലാമിക് വിഭാഗം തലവൻ മുഫ്തി സിയാദ് റാവത്ത് എന്നിവർ സംസാരിച്ചു. അടുത്ത മാസം തുർക്കിയിലെ ഇസ്താംബൂളിൽ നടക്കുന്ന G20 മതസൌഹാർദ്ദ സംഗമത്തിന്റെ മുന്നോടിയായി നാളെ ബ്രിസ്ബണിലെ ഗിഫ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന വിവിധ മതപ്രതിനിധികളുടെ സമ്മേളനത്തിൽ ഖലീൽ തങ്ങൾ സംബന്ധിക്കുന്നുണ്ട്. ഒരു നാടിന് മുഴുവൻ കണ്ണീരിലായെത്തിയാണ് ഐക്കരപ്പടി കുറിയേടം സ്വദേശി അഹമ്മദ് കബീറിന്റെയും സാബിറയുടെയും മകൻ നാസിം അഹമ്മദ് വിട പറഞ്ഞത്. നാട്ടുകാർക്കും കൂട്ടുകാർക്കും അധ്യാപകർക്കും നന്മ നിറഞ്ഞ ഓർമ്മകൾ മാത്രം സമ്മാനിച്ച നാസിം അഹമ്മദിന്റെ പുഞ്ചിരി വിയോഗവാർത്തയറിഞ്ഞവരുടെ കണ്ണീരായി മാറി. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇടപെട്ട മേഖലകളിലെല്ലാം തന്റെ വ്യക്തിത്വം കൊണ്ടും പ്രതിഭാത്വം കൊണ്ടും തന്റേതായ കർമ്മവിലാസം അടയാളപ്പെടുത്താൻ പ്രിയ കൂട്ടുകാരന് സാധിച്ചിട്ടുണ്ട്. കൂട്ടുകാർക്ക് അവൻ വിശ്വസ്തനായ സ്വന്തക്കാരനായിരുന്നു. അധ്യാപകർക്ക് സ്നേഹനിധിയായ വിദ്യാർത്ഥിയും, സഹപ്രവർത്തകരെ കർമ്മരംഗത്ത് മുന്നിൽ നിന്ന് നയിക്കുന്ന കർമ്മയോഗിയും. എഴുത്തും പാട്ടും വരയും എന്നും നിസാമിന് ഹരമായിരുന്നു. യൂണിറ്റ് സമ്മേളനത്തിന്റെ ചുമരെഴുതാൻ ഇനി നാസിം അഹമ്മദ് ഉണ്ടാവില്ല. SSF കുറിയേടം യൂണിറ്റ് സെക്രട്ടറിയായി സാമൂഹ്യ സേവന രംഗത്ത് നിറഞ്ഞു നിൽക്കുമ്പോഴും തന്റെ പഠനരംഗത്തും നാസിം മികവു കാട്ടി. കൊണ്ടോട്ടി EMEAHSൽ +2 വിദ്യാർത്ഥിയായ നാസിം SSLC പരീക്ഷയിലും +1 പരീക്ഷയിലും മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അറബനയിൽ 1ാം സ്ഥാനം നേടിയ ടീമിനെ നയിച്ച നാസിം കഴിഞ്ഞ ആഗസ്റ്റിൽ കാരന്തൂർ മർക്കസിൽ നടന്ന സംസ്ഥാന സാഹിത്യോത്സവിൽ ജനറൽ ചുമരെഴുത്തിൽ 2ാം സ്ഥാനവും നേടിയിരുന്നു. ഇന്നലെ കൊട്ടൂക്കരയിൽ ആരംഭിച്ച ഉപജില്ലാ ശാസ്ത്രമേളയ്ക്കു വേണ്ടിയുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കി മടങ്ങവെയാണ് മരണം നിസാമിനെ തേടിയെത്തിയത്. മരണവാർത്തയറിഞ്ഞ് നാട്ടുകാരും കൂട്ടുകാരുമടക്കം പ്രാസ്ഥാനിക കുടുംബത്തിലെ നേതാക്കളും പ്രവർത്തകരുമടങ്ങുന്ന നൂറുകണക്കിന് ആളുകളാണ് വീട്ടിലെത്തിയത്. മയ്യിത്ത് നിസ്കാരത്തിന് സയ്യിദ് മുഹമ്മദ് തുറാബ സഖാഫി നേതൃത്വം നൽകി. SSF സംസ്ഥാന നേതാക്കളായ NV അബ്ദുറസാഖ് സഖാഫി, മജീദ് അരിയല്ലൂർ, ജില്ലാ പ്രസിഡന്റ് ദുൽഫുഖാർ അലി സഖാഫി തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ സംഗമം SSF സംസ്ഥാന സെക്രട്ടറി CK ഷക്കീർ അരിമ്പ്ര ഉദ്ഘാടനം ചെയ്തു. നാസിം വിട പറഞ്ഞെങ്കിലും ചുമരെഴുത്തുകൾ മായുന്നില്ല. ഹ്രസ്വമായ സമയത്തിനുള്ളിൽ തന്റെ കർമ്മമണ്ഡലത്തിൽ ധാർമ്മിക വിപ്ലവം തീർത്ത നിസാമിന്റെ പേരും സ്വർഗ്ഗപൂന്തോപ്പിലെ ചുമരുകളിൽ എഴുതപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മതസംഘർഷമുണ്ടാക്കിയാൽ 3 വർഷം തടവും പിഴയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യ ഇസ്രായേൽ സൌഹൃദത്തിനെതിരെ വിദ്യാർത്ഥി പ്രതിഷേധം. ഫലസ്തീനിൽ പ്രണബ് മുഖർജി പങ്കെടുത്ത ചടങ്ങ് നിർത്തിവച്ചു. BJP ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മക്കൾ അവഗണിച്ചു. ചൈനക്കാരനെ ജീവിത സമ്പാദ്യമായ $33,000 സംസ്കരിച്ചു. പരിശുദ്ധ ഖുർആൻ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് മാർഗദർശനം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. SYS ദാറുൽ ഖൈർ ഭവന പദ്ധതി ഉദ്ഘാടനം ഈ മാസം 17-ന് കണ്ണൂർ ജില്ലയിൽ. ആഷിഖുർ റസൂൽ ഷേഖുന കുണ്ടൂർ ഉസ്താദിന്റെ 10ാമത് ഉറൂസ് മുബാറക്കിനുള്ള സ്വാഗത സംഘ കൺവെൻഷൻ നാളെ. മഅദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരിയുടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഓസ്ട്രേലിയൻ പര്യടനം ആരംഭിച്ചു. ഇതോടെ KMAC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30-ന്, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMAC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.